നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട തുളസി കല്യാണമാകുന്നു. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ അപ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഇന്ന് തുളസിയുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും തന്നിരിക്കുന്നതായ ഈ 2 തുളസികളിൽ ഒരു തുളസി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു തുളസി തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ തുളസി ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബത്തിൽ ചില അഭിവൃദ്ധികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇന്ന്. കൂടാതെ വിദേശ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ, ദൂരദേശ യാത്രകൾക്ക് സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരം തന്നെയാകുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം കൈക്കൊള്ളാതെ അല്പമൊന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരാം. പല കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയം കാണും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന് സമയം അനുകൂലം തന്നെയാകുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങളായി തന്നെ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ മാറി നിന്നാൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. മുൻപത്തെ കാര്യങ്ങൾ ഓർത്ത് പലരും വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് പലവിധ തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള സമയമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ മറന്ന് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കേണ്ടതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൃത്യമായ ഉപദേശം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യത ഈ സമയം നിങ്ങൾക്ക് കുറവാകുന്നു. അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഉപദേശത്താൽ നിങ്ങൾ ചെയ്യുന്നതാണ് എങ്കിൽ, അത്തരം പ്രവണത ഉണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം. ചില കാര്യങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും ഓർക്കുക. സ്വന്തമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷമതകൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. എന്നാൽ സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതുമാണ്. അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സംസാരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില തിരിച്ചടികൾ നേരിടേണ്ടതായി വരാം. ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഭാവിയെക്കുറിച്ച് ടെൻഷൻ ഉണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരം ടെൻഷനുകൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ തുളസി ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അല്പം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ബന്ധങ്ങളിലും അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ദുരിതങ്ങൾ നേരിടേണ്ടതായി വരുന്ന സാഹചര്യം.
ഇഷ്ടദേവതയെ ഈ സമയം ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. ഇങ്ങനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹത്താൽ തന്നെ ശത്രുദോഷങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് കടന്നു വരിക. മറ്റാരും വിശ്വസിക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അത്തരം ചില അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. വന്നു ചേരുന്നതായ അവസരങ്ങളാണ് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മറ്റുള്ളവരോട് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ഈ സമയം ഏറ്റവും ഉത്തമം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് പോലും ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അമിതമായ വ്യക്തികളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ വിശ്വസിക്കുന്നത് മൂലം തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഏത് കാര്യത്തിനും സമയം നൽകുക എന്നത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. സമയം നൽകി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും നഷ്ടങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോഴത്തെ തടസ്സങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യമുണ്ട്. പഴയതുപോലെ പല കാര്യങ്ങളിലും തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഇഷ്ടദേവതയെ നന്നായി പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. ഏത് കാര്യത്തിനും ഇപ്പോൾ തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ആഗ്രഹം നടക്കാതിരിക്കുവാനും നിരാശ വന്നു ചേരുവാനും അല്പം സാധ്യതകളുണ്ട്. എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും ചതി, തിരിച്ചടി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇഷ്ടദേവതയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യവുമുണ്ട്. സമയം ചെല്ലും തോറും പല കാര്യങ്ങളിലും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായ ശ്രദ്ധ പുലർത്താതിരിക്കുക, അനാവശ്യമായി ഇടപെടാതിരിക്കുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ വ്യക്തമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളിലും വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്താൽ അത്തരം വ്യക്തത നിങ്ങൾക്ക് കൈവരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വലിയ മാറ്റം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.